അക്ഷരാർത്ഥത്തിൽ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനത്തിനാണ് കേരളം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആരൊക്കെയാണ് ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ കേരളത്തിൻ്റെ പുതിയ സൈന്യമെന്ന് നോക്കൂ. NDRFിലെ 126 അംഗങ്ങൾ, ഫയർഫോഴ്സിൻ്റെ 600 അംഗങ്ങൾ, എടുത്തു തന്നെ പറയണം കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻ ടീമിൻ്റെ അതിസാഹസികത നിറഞ്ഞ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രവർത്തകർ, ഫോറസ്റ്റിൽ നിന്നുമുള്ള 60 ഉദ്യോഗസ്ഥർ, 8 മണിക്കൂർ നീണ്ട യാത്രയ്ക്കൊടുവിൽ കുഞ്ഞുങ്ങളെ മാറോടടക്കി പിടിച്ച് അവർ ജീവിതത്തിലേക്ക് അവരെ തിരികെ കൊണ്ടുവന്ന് കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും പര്യായമായി മാറിയവർ, മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിൽ നിന്നുള്ള 120 അംഗ സംഘം, ബേലി പാലത്തിന് നിർമ്മാണം അതിവേഗതയിൽ പൂർത്തിയാക്കിയവർ, പോലീസിൻ്റെ 350 അംഗ സേന, അതിൽ തന്നെ സ്പെഷ്യൽ ഓപ്പറേഷൻ ടീം, പ്രഭവ കേന്ദ്രത്തിലടക്കം പോയി മിന്നൽ പരിശോധന നടത്തി വേഗത്തിൽ അവിടെയുള്ള തിരച്ചിലിന് നേതൃത്വം നൽകിയവർ, റവന്യൂവിൻ്റെ 20 ഉദ്യോഗസ്ഥർ, രക്ഷാസംഘത്തിനോടൊപ്പം ഓരോ ബറ്റാലിയനുകളായി തിരിഞ്ഞ് കൂടെയുണ്ടായിരുന്നവർ, സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിൽ നിന്നുള്ള 120 അംഗങ്ങൾ, IRBയിൽ നിന്നുള്ള 20 അംഗങ്ങൾ, ആർമി EMA യൂണിറ്റിലുള്ള 161 പേരുകൾ, നാവികസേനയുടെ 53 അംഗങ്ങൾ, ടെറിട്ടോറിയൽ ആർമിയിൽ നിന്നുള്ള 20 അംഗങ്ങൾ, ഡിഫൻസ് സെക്യൂരിറ്റി കോപ്സിൽ നിന്നുള്ള 200 അംഗ രക്ഷാപ്രവർത്തകർ, കോസ്റ്റ് ഗാർഡിൽ നിന്നുള്ള 46 അംഗങ്ങൾ, വോളണ്ടിയേഴ്സായി 1800-ലധികം വരുന്ന യുവജന സന്നദ്ധ സംഘടനകളിൽപ്പെട്ടവർ. ഇനി ഇതിനെല്ലാം അപ്പുറം മുലപ്പാല് മുതൽ ശരീരത്തിൻ്റെ കരളുവരെ പകർത്ത് നൽകാൻ തയ്യാറായി നിൽക്കുന്ന, മണിക്കൂറുകളോളം വരി നിന്നും രക്ഷാപ്രവർത്തനം തയ്യാറായി നിൽക്കുന്ന, ഏതിടത്തും വിളിച്ചാലും ഭക്ഷണം കൊടുക്കാനും അവർക്ക് കിടപ്പാടം കൊടുക്കാനും തയ്യാറായി നിൽക്കുന്ന കേരളത്തിൻ്റെ സുമനസ്സുകൾ, അവരുടെ എണ്ണം പറഞ്ഞാൽ തീരില്ല. കേരളത്തിൻ്റെ ആർമി കേരളമാണ്.